ചതിക്കപ്പെട്ടവരെപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? പക്ഷെ തെറ്റ് നിങ്ങൾക്കല്ലടോ, നിങ്ങളെ തിരിച്ചറിയാത്തവർക്കാണ്. വിശ്വാസവഞ്ചനയുടെ വേദന അറിയുന്നവരല്ലേ ഈ വീഡിയോ കാണുന്നതിൽ പലരും. ഇന്ന് നമുക്ക് അതിനെപ്പറ്റി സംസാരിച്ചാലോ? ദാമ്പത്യത്തിലായാലും ഫ്രണ്ട്ഷിപ്പിലായാലും ഏത് തരം ബന്ധത്തിലായാലും സ്നേഹം ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, പക്ഷെ വിശ്വാസം ഇല്ലെങ്കിലോ? ഒരിക്കൽ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചു പിടിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു നൂല് പൊട്ടി അത് കെട്ടിയിടാം, പക്ഷേ ആ കെട്ട് ഇന്ന് അവിടെ തന്നെ ബാക്കി ഉണ്ടാവും. നമ്മളൊരാളോട് വിശ്വാസവഞ്ചന ചെയ്താൽ അത് ഒരു ചതി മാത്രമല്ല, നമ്മളെ വിശ്വസിച്ച ആ മനുഷ്യന്റെ ആത്മവിശ്വാസത്തെയും സ്വപ്നത്തെയും നമ്മൾ കൊന്നുകളയാണ്. ചതിക്കപ്പെടുന്ന ഒരു തോൽവിയല്ലോ, പക്ഷേ ചതിക്കുന്നത് നിന്റെ സ്വഭാവത്തിലെ വലിയൊരു തോൽവിയാണ്. ചില വിശ്വാസവഞ്ചനകൾ കൊണ്ട് തകരുന്നത് ആ ബന്ധം മാത്രമായിരിക്കില്ല, മറ്റൊരാളെ വിശ്വസിക്കാൻ ദൈവം നമുക്ക് തന്ന ആ കഴിവുകൂടിയായിരിക്കും. പക്ഷെ എനിക്കറിയാം, ചില മുറിവുകളൊന്നും പുറത്ത് കാണിക്കില്ല, പക്ഷെ അതിന്റെ വേദന ആത്മാവിനെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ സ്നേഹവും വിശ്വാസവും അനുഭവിക്കാനുള്ള അർഹത ഒന്നും അവർക്കില്ലടോ. നമ്മളെ തോൽപ്പിച്ചെന്ന് അവർ കരുതുന്നുണ്ടാവും, പക്ഷേ ശരിക്കും ആലോചിച്ച് നോക്ക്, അവർ സ്വയം തോൽക്കല്ലേ. കാരണം ഒരു നല്ല മനുഷ്യന്റെ വിശ്വാസം നേടിയെടുക്കാൻ ഭാഗ്യം വേണം. അത്